ഇതിപ്പോ എങ്ങോട്ടാന്നല്ലേ? ഞങ്ങളൊരു സർക്യൂട്ടിനായിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ അകത്ത് ഒരാൾ ജാടിട്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു. നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ ഈ ഓരോ മിനിറ്റിൽ സ്വഭാവം മാറുന്ന ഒരു കുറിപ്പ്? അതാണത്. എന്റെ കുറിപ്പുകളൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് അവിടെ കുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കാറിലായതുകൊണ്ട് വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമോ നോക്ക്. ഇതിപ്പോ ഞങ്ങൾ റീസെന്റ് ആയിട്ട് പിടിച്ചിട്ടുള്ള മാസ്റ്റർ സ്റ്റെപ്പാണ്. ഭയങ്കര ടഫാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ എന്താക്കാത്ത കണ്ടോ, ആരാധക വൃത്തങ്ങൾ കണ്ണ് ചിമ്മാണ്ട് നോക്കിയിരിക്കുന്നത്. അത്ര അടിപൊളി ഡാൻസും പാട്ടുമാണേ. നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോന്നു. ഇതാണ് എന്റെ ഭർത്തൃഭാവൻ. ആദിത്യ മര്യാദയിൽ ഞങ്ങൾ ബെല്ലൊക്കെ അടിച്ച് കയറി. പിന്നെ ഫുൾ അലമ്പായിരുന്നു. നേരെ അടുക്കളയായിരുന്നു ലക്ഷ്യം. ഫുഡ് മുഖ്യമ്പിക്കില്ലേ, വിശന്ന വയറ് കാളിയിരിക്കുകയായിരുന്നു. ഇനി സ്വല്പം റെസ്റ്റ് ആവാം. ഫുഡ് കഴിച്ച് റെസ്റ്റ് വേണമല്ലോ. ഇതെന്താ ഞങ്ങളെ കൂട്ടാണ്ട് ഒരു കുശ് എന്റെ കിന്നാഴ്ച ഈ ഓടിപ്പാഞ്ഞു വരുന്നത് എന്തിനാ അറിയോ? ഒരു പൊലിവ് കാണിച്ചു തരാൻ. ഉമ്മമാന്റെ മൈലാഞ്ചിട്ട ബടായി കാണിച്ചു തരാൻ. മൈലാഞ്ചി ലവേഴ്സ് ഇവിടെ കമോ. റെസ്റ്റ് കഴിഞ്ഞു, പിന്നെ ചായ കുടി. ഉമ്മാന്റെ സ്പെഷ്യൽ അടപ്രഥമ മോന്തിരിക്കുക. 2 ഇരട്ടകളും 2 പരട്ടകളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. പറമ്പിൽ മൊത്തം തെണ്ടിയായിട്ട് നിന്റെ കുരുപ്പുകൾ മാങ്ങ മിണുങ്ങുകയാണ്. അത് അങ്ങനെ കൈമന്ന് പോയി. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അധ്വാനിക്കുന്ന ജനസമൂഹത്തിനാണ്. എന്റെ വലിയ മേസ്ത്രി അവിടെ ഭയങ്കര പണിയിലാണ്. അസിസ്റ്റൻസ് കഴിയുന്ന പോലെ കൊപ്പിച്ചു കൊടുക്കാം. ഇത് വെറും തിന്നൽ എന്നാണോ എന്നാണോ? രാത്രിയായേ മക്കള് വന്നേ കൊയ്തെടുത്തേ, തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ, പെണ്ണിനെ കണ്ടേ ഇതിപ്പോ ഈ ഉണ്ട കണ്ണും വെച്ച് ഈ ആട്ടം തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് സ്വിച്ച് ഓഫ് ആക്കാൻ നോക്കട്ടെ. അപ്പം ഗുഡ് നൈറ്റ്.